അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും, മൻ ശബിഅ വനാമ ഖസാ ഖൽബുഹു, ആരെങ്കിലും വയർ നിറച്ച് തിന്നുകയും കുശാലായി ഉറങ്ങുകയും ചെയ്താൽ അവന്റെ ഹൃദയം പാറ പോലെ ഉറച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ഹൃദയം ലോലമാക്കുക. 10 ഫായിലുകളിൽ നിന്ന് 2 ഫായിലത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന്, ബുദ്ധിശക്തിയുടെ വർദ്ധനവ്, പൊട്ടത്തരം പോകാൻ, ബുദ്ധിശക്തി വർദ്ധിക്കാൻ. അത് നോർമൽ ലെവലിലുള്ള ഭക്ഷണം. ഏറെ അതും വേണ്ട, പട്ടിണി വന്നത് പഠിക്കാൻ കഴിയൂല തീരെ, അങ്ങനെ അതും വേണ്ട. ഒരു മധ്യ നിലവാരത്തിലുള്ള ഭക്ഷണം. ചില ആളുകൾക്ക് തോന്നുന്ന ശരീരം ക്ഷീണിച്ചു പോകുന്ന ആരോഗ്യമുള്ള ശരീരം വേണ്ടി ഈ പൊണ്ണത്തടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് ഒരു ഫായതകളുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാനുണ്ട്, അവിടെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ നേട്ടം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ദിക്റും, നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അത് മനസ്സിൽ ഫലം സിദ്ധിക്കാൻ. ഫകം മിൻ ദിക്രിൻ യജ്രി അലൽ ലിസാനി മാ ഹുദൂരിൽ ഖൽബ് വലാകിന്നൽ ഖൽബ ലാ യൽതബു ബിഹി വലാ യതാഫ. ചിലപ്പോൾ മനസ്സാന്നിധ്യം കിട്ടുന്ന ദിക്റുകൾ തന്നെയുണ്ടാകും, പക്ഷേ അവന്റെ ഹൃദയത്തിന് അതുകൊണ്ട് ഒരു രസവും ഉണ്ടാവുകയില്ല. ഹൃദയത്തിന് രസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു റിസാല എടുത്തു നോക്ക്, റിസാലത്തുൽ ഖുശൈരി കാണാം. 3 വിഷയത്തിന് മനുഷ്യന് അഭിരുചി കാണാത്ത പക്ഷം കാര്യം അപകടകരമാണെന്ന് മനസ്സിലാക്കാം. 3 കാര്യങ്ങളൊന്ന് ദിക്റാണ്, മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്, മറ്റൊന്ന് നിസ്കാരമാണ്. ഈ 3 വിഷയത്തിൽ മനുഷ്യന്റെ മനസ്സിന് അഭിരുചി തോന്നുന്നില്ലേ, അവന്റെ കാര്യം അപകടകരമാണ്. അർഹമുർറഹീമായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്ത ഒരു ഫായിദയിലേക്ക് കടന്നാൽ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നീണ്ടുപോവാൻ. ഇന്ന് വേറെ ഇവിടെ നിർത്തില്ല, സമയം വൈകിപ്പോയി. വിദേശത്തുള്ള നമ്മുടെ സഹോദര സഹോദരിമാർക്കൊക്കെ ചിലപ്പോൾ സമയം ഇനി ഉണ്ടാവും, 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഇനിയും ബാക്കിയുണ്ടാവും. നമുക്കിവിടെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ സമയമായി. അതുകൊണ്ട് മുതാലിമീങ്ങൾക്കും മറ്റുമൊക്കെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും സൗകര്യങ്ങളൊക്കെ എടുത്തു വെക്കേണ്ടതുണ്ട്. നോമ്പ് ചെല്ലുമ്പോൾ തുറക്കുന്ന സമയത്തുള്ള ദിക്റുകൾ അത് പ്രത്യേകമായി അതിനെ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ശേഷം ഊർദുൽ ലത്തീഫും അതുപോലെ തസ്ബീഹും എന്നൊക്കെ ചെല്ലേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് പണികളുണ്ടായതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അർഹമുർറഹീമായ റബ്ബ് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. അർഹമുർറഹീമായ റബ്ബ്, അർഹമുർറഹീമായ റബ്ബ്, അർഹമുർറഹീമായ റബ്ബ്, സാധുക്കളായ പാപികളായ പാവങ്ങളായ ബലഹീനരായ അന്തിനാടിന്റെ ചന്തികളായ ഒന്നിനും കൊള്ളാത്ത ദുർബലരായ ബലഹീനരിൽ ബലഹീനരായ അജ്ഞരിൽ അജ്ഞരായ അന്തിനാടിന്റെ സായം സന്ധ്യയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട എല്ലാം കൊണ്ടും മോശപ്പെട്ട പാവപ്പെട്ട ബലഹീനരായ നീ നിന്റെ കറമ കൊണ്ട് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നിന്റെ സോദരി കൊണ്ട് നീ തിരഞ്ഞെടുക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ടവരാക്കി തരണേ റഹ്മാനെ. നിന്റെ ഖിലാസുള്ള മുത്തഖീങ്ങളെ പൊരുത്തി തരണേ റഹ്മാനെ. നിന്റെ ആരിഫീങ്ങളായ വലിയാക്കളെ പൊരുത്തി തരണേ റഹ്മാനെ. നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉഖ്റവിയായ ആനിമീങ്ങളെ പൊരുത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരുടെ ഭർത്താക്കൾ, ഞങ്ങളുടെ മക്കൾ, അതിന്റെ മക്കള്, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദര സഹോദരന്മാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, ഞങ്ങളുടെ മുത്തമാരുടെയും മുന്നമാരുടെയും ഭാഗത്തിൽ ഞങ്ങളുടെ സഹോദര സഹോദരന്മാരും അവരുടെയും സഹോദര സഹോദരന്മാരും മറ്റവരുടെയും അവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കുടുംബങ്ങള്, ഞങ്ങളുടെ അരുമ ശിഷ്യന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, നോമ്പ് തുറന്നുകൊണ്ട് സഹായിച്ചവർ, എല്ലാത്തവർക്കും മഹത്തായ സ്ഥാപനത്തിനും മറ്റു ദീനിന്റെ സ്ഥാപനങ്ങൾക്കും സഹായം നൽകിയവർ, ഞങ്ങൾക്ക് ചെറുപ്പകാലം മുതൽ ഈ സമയം വരെ ഭക്ഷണം തന്നുകൊണ്ടുമല്ലാതെയും ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചവർ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണോ റഹ്മാനെ. കാലഘട്ടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഇറങ്ങി നിന്റെ ശത്രുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിന്നെ ഞങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു പോയിട്ടുണ്ട് റബ്ബേ. റഹ്മാനായ റബ്ബേ, അതിന് കണക്ക് തീർത്ത് നമ്മൾ പാതിരുടെ സമയത്തൊരുക്കുന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും നിന്നോട് തുറന്നു പറയാൻ, ഏറ്റുപറയാൻ, അതിന്റെ പേരിൽ വിരമിക്കാൻ, സകലങ്ങളായ കൺപടങ്ങളിലോട് നിന്നോട് തൗബയാചിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് റഹ്മാനേ. ഏവനാത്യാശികളെ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നിറയെ ലോകത്തിലുള്ള റഹ്മാനേ. നിന്റെ
കാരുണ്യം കൊണ്ട് കരുണ ചെയ്യുന്നവരാണല്ലോ ലോകത്തുള്ള കാരുണ്യവാന്മാരെല്ലാവരും. കരുണക്കടലായ ഞങ്ങളുടെ എല്ലാമെല്ലാമായ റബ്ബേ, അർഹമുർ-റഹീമീൻ നിന്നെക്കുറിച്ച് വിളിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയല്ലോ റബ്ബേ. ലത്തീഫ് എന്ന് നിന്നെക്കുറിച്ച് പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ റബ്ബേ. കരീം എന്ന് നിന്നെക്കുറിച്ച് പറയാൻ നീ ഞങ്ങൾക്ക് ചാൻസ് തന്നല്ലോ റബ്ബേ. അത് നിന്റെ കറമിന്റെ ഭാഗമായാണ്, നിന്റെ ലത്ഫിന്റെ ഭാഗമായാണ്, നിന്റെ റഹ്മത്തിന്റെ ഭാഗമായാണ്. ആ ലത്ഫും റഹ്മത്തും കറമും വസീലയായി നിന്നോട് ഇറക്കുന്ന ഇരപ്പാടികളെ ആട്ടിയോടിക്കരുതേ റഹ്മാനേ. ഞങ്ങളെ ഒന്ന് സ്വീകരിച്ചതാ റഹ്മാനേ. ഞങ്ങളേത് അവസ്ഥയിലുള്ളവരാണെങ്കിലും, പാപങ്ങളുടെ കൊടുമുടി കണ്ടവരാണെങ്കിലും, ദുസ്വഭാവങ്ങളുടെ ഉള്ളിൽ അമർന്നവരാണെങ്കിലും, നിനക്ക് നെടിയുടക്കുള്ള നിങ്ങളെ നന്നാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് നീ നൽകിയതാണ് റബ്ബേ. ആ വിശ്വാസത്തിന് നിങ്ങളേക്കാത്തതിനും നിങ്ങൾക്ക് നീ സുരക്ഷ നൽകണം റഹ്മാനേ. നിന്റെ ലത്ഫിന്റെ പരിധി നിങ്ങളെ പെടുത്തണേ റഹ്മാനേ. കരീമായ നിങ്ങളുടെ റബ്ബേ, നിന്റെ കരം നിങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനേ. റഹീമായ നിങ്ങളുടെ റബ്ബേ, നിന്റെ റഹ്മത്ത് പ്രയോഗിക്കണേ റഹ്മാനേ. ലത്തീഫായ റബ്ബേ, നിന്റെ ലത്ഫ് നിങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനേ. ഗഫൂറായ റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനേ. അഫ്വായ റബ്ബേ, നിന്റെ അഫൂ ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനേ. നിന്നെക്കുറിച്ച് ഒരു സമയത്ത് പോലും, വിശിഷ്യാതങ്ങളുടെ അവസാന സമയത്ത് ഒരിക്കലും നിന്നെക്കുറിച്ചൊരു മോശമായ ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരരുതേ റഹ്മാനേ. കാമ്യായ ഈമാനിന്റെ ഉടമകളാക്കണേ റഹ്മാനേ. നിന്നോടുള്ള മഹബത്ത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം വല്ലാതെ നിറച്ചു തരണേ റഹ്മാനേ. നിന്റെ മാരിഫത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് പ്രകാശം നൽകണേ റഹ്മാനേ. അർഹമുർ-റഹീമീൻ റബ്ബേ, നസൂഹായ തൗബ നൽകണേ റഹ്മാനേ. സമ്പൂർണമായ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. നാഫിയത്ത് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളെ, നിങ്ങളുടെ ശിഷ്യന്മാരെ, നിങ്ങളുടെ ഉസ്താദന്മാരെയും മക്കളെയും മുഹറദിയായ ആലിമീങ്ങളാക്കി തരണേ റഹ്മാനേ. ദുനിയാവിന്റെ ചന്തികളാക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ ശബ്ദം കേട്ടവരാരെയും നീ പൊട്ടാക്കി കഴിയരുത് റഹ്മാനേ. ഞങ്ങളുടെയും അവർ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനേ. 3 വർഷമായി വെള്ളപ്പാണ്ട് രോഗമുള്ള ഒരു സഹോദരൻ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. നിന്റെ ദർബാറിൽ ഒന്നിനും പ്രയാസമില്ലല്ലോ. ലത്തീഫായ റബ്ബേ, നിന്റെ ഇതുകൊണ്ട് ആ സഹോദരനെ രക്ഷിക്കണേ റഹ്മാനേ. ലത്തീഫായ റബ്ബേ, നിന്റെ ഇതുകൊണ്ട് ആ സഹോദരന്റെ രോഗം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ലത്തീഫായ റബ്ബേ, നിന്റെ ഇതുകൊണ്ട് ആ സഹോദരന്റെ പെൻഷൻ അകറ്റണേ റഹ്മാനേ. കടം വരാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ഞങ്ങളും മണ്ണി പറഞ്ഞവരും വസീത്ത് ചെയ്തവരുടെയും സർവ്വ കടങ്ങളും വീട്ടിത്തരണേ റഹ്മാനേ. ഞങ്ങളുടെ ചിന്തയിലാഴ്ത്തിക്കളയുന്ന കടങ്ങളും ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഹക്കടപാടുകൾ നീ ക്ലിയറാക്കി തരണേ റഹ്മാനേ. ഞങ്ങൾ ആർക്കെന്ത് കൊടുക്കാനുണ്ടെങ്കിലും പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങൾക്കാരെന്ത് തരാനുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും പെട്ടെന്ന് തരാനുള്ള കഴിവുകൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾ ആർക്കെല്ലാം എന്തെല്ലാം ഇടപാടുകളുണ്ടോ കണക്കുകളെല്ലാം ക്ലിയറാക്കി റാഹത്താക്കി തരണേ റഹ്മാനേ. അതിന്റെ വരികൾ എളുപ്പമാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ നീ മറ്റുള്ളവർക്ക് ഭാരമാക്കരുത് റഹ്മാനേ. ഞങ്ങൾക്ക് ആവശ്യമായ കാശുകൾ, ആവശ്യമായ സൗകര്യങ്ങൾ, ആവശ്യമായ പരുവത്തിൽ, ആവശ്യമായ നേരത്ത് നിന്റെ ഫലിൽ നിന്ന് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടെന്ന ദുർഗതി ഉണ്ടാക്കരുത് റഹ്മാനേ. മറ്റൊരാൾക്ക് ഞങ്ങൾ നീ ഭാരമാക്കി കൊടുക്കരുത് റഹ്മാനേ. അർഹമുർ-റഹീമീൻ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ 100ഓളം മുതഅല്ലിമീങ്ങളും 4 ഉസ്താദന്മാരും ഒന്നിച്ച് സേവനം ചെയ്യുന്ന മഹത്തായ സ്ഥാപനത്തിൽ റഹ്മാനായ റബ്ബേ, മുകളിലെ നിറയില്ലാത്ത ഇന്ന പേരിൽ മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ വെച്ച് കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാൻ വരുന്നവർക്ക് പ്രയാസമാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഈ പ്രയാസം നീക്കാൻ നീക്കിത്തരാൻ പറ്റിയ നല്ല മനസ്സിന്റെ ഉടമകളെ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളുടെ പള്ളിയുടെ മുകളിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു നല്ല മനസ്സിനെ കൊണ്ട് ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനേ.
അതിനുവേണ്ടി പല സഹോദരന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നീ ദുനിയാവും സന്തോഷത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ തുണച്ചവരെ നീ തുണക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരും അല്ലാത്തവരുമായി ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുഅ്മിനീങ്ങൾ വിശേഷം ഞങ്ങളെ സഹായിച്ചവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും എല്ലാവരും സർവ്വപ്രയാസങ്ങളും മറ്റൊരു റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. വിശുദ്ധ റമളാനിന്റെ ഭാഗ്യശാലികളിൽ പെടുത്തുന്ന റഹ്മാനെ. വിശുദ്ധ റമളാനിന്റെ നിർഭാഗ്യവാന്മാരിൽ പെടുത്തരുതേ റഹ്മാനെ. റബ്ബനാ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. آمين.